ഇനി സിനിമാ ജാലകം. The new standard for on-demand international quality films in digital high definition. അനവധി ഹിറ്റ് ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച സംഗീത സംവിധായകനാണ് രഘുകുമാർ. അദ്ദേഹത്തെ കണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഏറെ പരിചയമില്ലെങ്കിലും ആ സംഗീതം മലയാളികൾ മറക്കില്ല. ആ പ്രതിഭയെക്കുറിച്ചാണ് ഇന്നത്തെ സിനിമാ ജാലകത്തിൽ. 1980 മുതൽ സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു രഘുകുമാർ. കോഴിക്കോട്ടെ പ്രശസ്തമായ പൂതേരി തറവാട്ടിൽ 1953 ജൂൺ മാസത്തിൽ ജനിച്ച PK രഘുകുമാർ വർമ്മ എന്ന രഘുകുമാറിന് ചെറുപ്പം മുതൽക്കേ സംഗീതത്തോട് കടുത്ത ആരാധനയായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിലെ പ്രശസ്തനായ GS ശ്രീകൃഷ്ണന് കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. താളവാദ്യശാഖയിൽ തബലയിൽ ബാലസുബ്രഹ്മണ്യനും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സിത്താറിൽ വിൻസെന്റ് മാഷും ഗുരുക്കന്മാരായി. 16-ാം വയസ്സിൽ തന്നെ താളവാദ്യ മേഖലയിൽ പ്രത്യേകിച്ചും തബലയിൽ അതിപ്രശസ്തനായി. ഒട്ടുമിക്ക സംഗീതജ്ഞരുടെയും പരിപാടികളിൽ പാശ്ചാത്യ ക്ലാസിക് സംഗീത ഉപകരണങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. AERലെ A ഗ്രേഡ് മ്യൂസിക് കമ്പോസറായി. സിനിമാ സംഗീതത്തിൽ ആകൃഷ്ടനായി മദ്രാസിലെത്തിയ രഘുകുമാർ പ്രശസ്ത സംഗീത സംവിധായകനും കമ്പോസറുമായ RK ശേഖറിന്റെ സഹായിയായും പ്രവർത്തിച്ചു. 1980 മുതൽ സ്വതന്ത്ര സംവിധായകനായ അദ്ദേഹം 30 സിനിമകൾക്ക് സംഗീതം നൽകി. ഒട്ടനവധി ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. ധീര, താളവട്ടം, ചെപ്പ്, ശ്യാമ, ആര്യൻ, മായാമയൂരം തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണങ്ങൾ. പ്രിയദർശന്റെ ഒട്ടേറെ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചു. ലിസ, സർപ്പം തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച ധന്യ ഫിലിംസിൽ പങ്കാളിയായി. തരങ്കിണിക്കുൾപ്പെടെ 18ഓളം ആൽബങ്ങളും ഒരുക്കി. ഒരു തികഞ്ഞ കലാകാരനും അതേസമയം ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് ആളുകളെ ആകർഷിച്ച മികച്ച വ്യക്തിത്വത്തിനും ഉടമയായിരുന്നു കോഴിക്കോട്ടുകാരുടെ രഘുവേട്ടൻ. 60-ാമത്തെ വയസ്സിൽ 2014 ഫെബ്രുവരി 29-ന് അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.